ഞാൻ ചോദിച്ചോട്ടെ? ഇയാൾ ചോദിച്ചു കഴിഞ്ഞു. ഇല്ല, ഞാൻ ചോദിച്ചില്ല. ആ ന്യായം മനസ്സിലായി. ഇല്ല, ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും മൈത്രേയൻ നന്നായി അറിയാം. അറിഞ്ഞൂടാ. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനും അതിർത്തികൾ മായാൻ പോകുന്നു, അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസമൊന്നുമുള്ള ആളല്ല, വിവരമുള്ള ആളാ. അപ്പൊ ഇന്ന് താങ്കൾ കരുതുന്നു? അറിയുന്ന ആളാ. താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല? അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ളതാണ്. നടക്കില്ല, അത് നടക്കില്ല. അത് ലോകത്ത് നടക്കില്ലെന്നുള്ളത് തന്നെ പോലുള്ള മനുഷ്യന്മാരുള്ളിടത്തോളം കാലം നടക്കത്തില്ലെന്ന് എനിക്കും അറിയാം. അങ്ങയുടെ വിശാലമായ സ്വപ്നം മാത്രമാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. താങ്കളുടെ തീരുമാനമല്ല. അതെ, പിന്നെ തനിക്ക് ആരാ അല്ല, ഞാൻ തനിക്ക് ഈ വിഷയം ഒന്നും അറിഞ്ഞൂടാ. ഇവിടെ നിന്നിട്ട് എന്റെ അടുത്ത് ആകത്തില്ല. അല്ല ശ്രീ മൈത്രൻ, ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചോദിച്ച് മനസ്സിലാക്ക്. അല്ല, ചോദിച്ച് മനസ്സിലാക്കാനുള്ള കാര്യമല്ല ഇത്. അല്ല, അപ്പൊ പിന്നെ ഇയാൾക്ക് തീരുമാനം ഇവിടെ ഉള്ളത്. എനിക്ക് എന്ത് അറിവാണ് ഈ വിഷയത്തിനകത്തുള്ളത്? താങ്കളുടെ സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ വിശാലമായ എല്ലാ വലിയ എനിക്ക് നല്ല വിവരമുള്ള മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ച് മനസ്സിലാക്ക്. ഇത് ചോദിച്ചു മനസ്സിലാക്കാനില്ല. അത്രയാണ്. അപ്പൊ പിന്നെ ഇല്ല, ഇത് ചോദിച്ചു മനസ്സിലാക്കാനുള്ളതില്ല. അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ്. മൈത്രേയൻ താൻ ഈ പറഞ്ഞിരിക്കുന്നത് കഠിനമായ വിശ്വാസികളുടെ ലക്ഷണമാണ്. എനിക്കിനി ചോദിച്ചു മനസ്സിലാക്കാനില്ലെന്ന്. ശ്രീ മൈത്രേയൻ യാഥാർത്ഥ്യം വന്നല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കറിയാവുന്ന കാര്യമാണ്. തനിക്ക് വിവരമില്ലെന്ന് പറ. യാഥാർത്ഥ്യം അതിർത്തികളാണ്. എന്ത് യാഥാർത്ഥ്യം അതിർത്തികളാണ്? യാഥാർത്ഥ്യം ഇസ്രായേലും പലസ്തീനും യുദ്ധമാണ്. യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ ഫേസ് ഓഫ് ആണ്. താൻ സ്വല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആ അതിർത്തി എവിടെ പോയി? മൈസൂർ ടിപ്പു സുൽത്താനും കേരളവും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യുദ്ധം ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ യുദ്ധമില്ല. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇഷ്യൂ വരുന്ന സമയത്ത് തമിഴിനും മലയാളിയായിട്ട് സംസാരിക്കുമല്ലോ. യുദ്ധമുണ്ടോ? യുദ്ധമില്ല. കാവേരിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും അടകിടുന്നുണ്ടല്ലോ. യുദ്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധമില്ലാതായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് യുദ്ധം പറയുന്നത്. കാലം എന്താണ് ഇപ്പൊ അങ്ങനെ പറയരുത്. എന്നോട് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാണ് മിണ്ടരുത്. ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് 1000 യുദ്ധം ചെയ്യേണ്ടിയിരുന്ന ഒരു ലോകമായിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് ആ യുദ്ധങ്ങൾ ഒഴിവായി പോയി. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും